നമ്മുടെ ഓരോ സ്ഥാപനം നന്നായിരിക്കണമെന്ന് മലയാളി ജാതി ചിന്തിക്കും. അതിനുവേണ്ടി എന്ത് നടപടി എടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. ആ നടപടിയുമായി മുന്നോട്ട് പോകും. അല്ലാതെ ഇടതുപക്ഷ സർക്കാരിന്റെ നയമാറ്റം പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് തിന്നും, KSRTC വിൽക്കുമെന്നൊക്കെ KSRTC വിൽക്കുന്നില്ല, അല്ലാതെ തന്നെ KSRTC രക്ഷപ്പെടുന്നു. നിങ്ങൾ വിൽക്കേണ്ട. KSRTC ജീവനക്കാർ സഹകരിച്ചാൽ, ജനങ്ങൾ സഹകരിച്ചാൽ KSRTC പച്ച പിടിക്കും, രക്ഷപ്പെടും. KSRTC അടുത്ത മാസം ലാഭത്തിലാക്കാന്നുള്ള മണ്ടത്തരമൊന്നും ഞാൻ പറയത്തില്ല. കോടാനുകോടിയുടെ കടമുള്ള KSRTC സ്വന്തം കാര്യം നിർത്താൻ ഇനിയും കഴിയും. KSRTC ജീവനക്കാർ വിചാരിക്കണം, സർക്കാരിന്റെ സഹായം വേണം, ജനങ്ങളുടെ സഹകരണം വേണം. നഷ്ടത്തിലോടുന്ന വണ്ടിയെല്ലാം നാളെയും മറ്റന്നാളും പിന്നെയും ഓടിച്ചോടും എന്ന് പറയും. അതുകൊണ്ട് ഒറ്റ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നഷ്ടത്തിലാക്കരുത്. നല്ല ലക്ഷ്യത്തോടെ നമ്മുടെ MLA നിങ്ങളുടെ മുഴുവൻ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെല്ലാം സമ്മർദ്ദം ചെലുത്തി, ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി, എന്നെ സമ്മർദ്ദത്തിലാക്കി അദ്ദേഹം ഈ സംഭവം കൊണ്ടുവരുമ്പോൾ ഇത് വിജയിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഹൈക്കോടതിയിലോട് പറഞ്ഞ് അടുത്ത വണ്ടിയിൽ പോയാൽ മതിയെന്ന് തീരുമാനിക്കരുത്. അതുകൊണ്ട് പരമാവധി ബസ്സിനെ ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു വിജയമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെയൊക്കെ സ്നേഹവും അനുഗ്രഹവും KSRTCയുടെ ഈ ഒരു വാഹനങ്ങൾക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഇവിടെ സംഘടിത വന്നിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളുടെയും അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനകളോടെയും ഈ ഒരു സംവിധാനം പുതുതായി ഒരുക്കുന്ന ഈ ആധുനികമായ നമ്മളുടെ സ്വപ്നമായ ഈ സംവിധാനം എറണാകുളത്തേക്ക് പോവുക, ടൗണിലേക്ക് പോവുക, ഓഫീസുകളിലേക്ക് പോവുക, ഇതെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന ആഗ്രഹത്തോടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.